Hi, welcome to Bulb and Beaker YouTube channel. Basics of Electrical Wiring in the class, we will classification of cables discuss. So, cables are classified. Classification according to insulation. Insulation base classification is Basics of Electrical Wiring in the previous class, we cables discuss. So, what cable? That's different parts. So, cables in the class, we cables classification. So, house wiring, internal wiring, cables type cables classification. So, cables category classify according to the conductor use. Cables conductor basis classify according to the number of core, core basis classify according to voltage grading, voltage basis, voltage grading basis classify according to the insulation used, conductor cables insulation basis different category classify according to the insulation used. Our use in the insulation basis classification or A type classification A type cables ഉണ്ട് ആ കേബിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്ലൈഡ് ആയിട്ട് നോക്കുന്നത്. ഓരോന്നിന്റെ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് പല കേബിൾ നിങ്ങൾ കണ്ടു പരിചയം ഉണ്ടാവും. അപ്പോൾ ഇമേജ് കാണുമ്പോൾ അതിനെക്കുറിച്ച് ഒരു 4-5 പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. ഇന്റേണൽ വയറിംഗിന് ഉപയോഗിക്കുന്ന കേബിൾസിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു കണ്ടക്ടർ യൂസ്. അതിൽ യൂസ് ചെയ്യുന്ന കണ്ടക്ടറിനെ ബേസ് ചെയ്തിട്ട് കോപ്പർ കണ്ടക്ടർ, രണ്ടാമത്തത് അലൂമിനിയം കണ്ടക്ടർ. അടുത്ത കാറ്റഗറി ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് കോർസ്. നമ്പർ ഓഫ് കോറിന്റെ ബേസിസിൽ സിംഗിൾ കോർ, ട്വിൻ കോർ, 3 കോർ, അതേപോലെ 2 കോർ വിത്ത് ECC. ECC എന്ന് പറഞ്ഞാൽ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ എന്ന് പറയും. അടുത്ത കാറ്റഗറിയാണ് അക്കോർഡിംഗ് ടു വോൾട്ടേജ് ഗ്രേഡിംഗ്. വോൾട്ടേജ് ഗ്രേഡിംഗിന്റെ ബേസിസിൽ 250/440 വോൾട്ട് കേബിൾ ഉണ്ട്, അതേപോലെ 650/1100 വോൾട്ട് കേബിൾസ് ഉണ്ട്. ഇനി നാലാമത്തെ കാറ്റഗറിയാണ് അക്കോർഡിംഗ് ടു ഇൻസുലേഷൻ യൂസ്ഡ്. അവിടെ യൂസ് ചെയ്ത ഇൻസുലേഷന്റെ ബേസിസിൽ VIR കേബിൾസ്, TRS ഓർ CTS കേബിൾസ്, ലെഡ് ഷീറ്റഡ് കേബിൾസ്, പിന്നെ വെതർ പ്രൂഫ് കേബിൾസ്, ഫ്ലെക്സിബിൾ കോഡ്സ് ആൻഡ് കേബിൾസ്, PVC കേബിൾസ്, XLPE കേബിൾസ്. ഇങ്ങനെ ഇൻസുലേഷന്റെ ബേസ് ചെയ്തിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇൻസുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് VIR കേബിൾസ്. അപ്പോൾ VIR കേബിളിന്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ അതിന്റെ ഒരു ചിത്രം ഇമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വയറിംഗിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു പല സ്ഥലങ്ങളിലും നമ്മൾ VIR കേബിൾ ആണ് യൂസ് ചെയ്യാറുള്ളത് എന്ന്. അപ്പോൾ VIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ എന്ന് പറയും. ഇനി ഇത് റബ്ബറിനെ ഹൈ ടെമ്പറേച്ചറിൽ സൾഫറുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ VIR കേബിൾസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോമിനന്റ് ആണ് ആൻഡ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആണ് VIR കേബിൾസ്. ആദ്യകാലത്ത് നമ്മൾ ഷീറ്റഡ് വയേഴ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ അതിന് ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളത് കാരണം നമ്മൾ ഇത് മോസ്റ്റ് എഫക്റ്റീവ് ഓപ്ഷൻ ആയതുകൊണ്ട് നമ്മൾ VIR കേബിൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഷീറ്റഡ് വയറിന് ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ VIR കേബിൾസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇനി VIR കേബിൾ എന്ന് പറഞ്ഞാൽ ഒരു തിൻ കണ്ടക്ടർ ആണ്. ഈ തിൻ കണ്ടക്ടറിനെ ഒരു റബ്ബറിന്റെ കോട്ടിംഗ് നൽകുന്നു. അപ്പോൾ റബ്ബർ കോട്ടിംഗ് തിക്നെസ് വോൾട്ടേജ് ഗ്രേഡിംഗിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ റബ്ബർ കോട്ടിംഗിന്റെ തിക്നെസ് തീരുമാനിക്കുന്നത്. ഇനി ഈ കോട്ട് ചെയ്യുന്ന റബ്ബർ കണ്ടക്ടറിന്റെ സർഫേസിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ടറിനെ ഒരു അലോയ് ഉപയോഗിച്ച് നമ്മൾ ടിന്ന് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ അലോയ് ഉപയോഗിച്ച് ഇങ്ങനെ ടിന്ന് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ കണ്ടക്ടറിനെ നമുക്ക് മോയ്സ്ചറിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. ഇനി ഈ റബ്ബർ കോട്ടിങ്ങിന്റെ മുകളിൽ ഒരു കോട്ടൺ ബ്രീഡിങ്ങും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ VIR കേബിൾസ് സിംഗിൾ കോർ സിംഗിൾ സ്ട്രാൻഡഡ് ആവാം, അല്ലെങ്കിൽ സിംഗിൾ കോർ 7 സ്ട്രാൻഡഡ് ആവാം. ഓക്കെ, സിംഗിൾ സ്ട്രാൻഡ് ആയിട്ടും 7 സ്ട്രാൻഡ് കുറെ മൾട്ടിപ്പിൾ സ്ട്രാൻഡ് ആയിട്ടും ഇത് VIR കേബിൾസ് അവൈലബിൾ ആണ്. അപ്പോൾ VIR കേബിൾസ് കോൺഡ്യൂട്ട് വയറിങ്ങിന്, വുഡൻ കേസിംഗ് ഓർ ക്യാപ്പിംഗ് വയറിങ്, ക്ലീറ്റ് വയറിങ്ങിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്.
ഇനി VIR കേബിൾസിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ് കാലക്രമേണ അത് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഏജിങ് കാരണം ബ്രേക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഈ ഇൻസുലേഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹസാർഡസ് ആണ്, അത് അപകടം ഉണ്ടാക്കും. അതായത് കണ്ടക്ടർ പുറത്തേക്ക് വരും, എർത്തിങ് സിസ്റ്റത്തെ ഒക്കെ അത് സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു റിസ്ക് ആണ് ഈ VIR കേബിൾസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് CTS ഓർ TRS കേബിൾ. അപ്പോൾ അതിൻ്റെയും ഒരു ഇമേജ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അതായത് CTS എന്ന് പറഞ്ഞാൽ ക്യാപ് ടൈപ്പ് ഷീത്തഡ്, അതേപോലെ TRS എന്ന് പറഞ്ഞാൽ ടഫ് റബ്ബർ ഷീത്തഡ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ടിന്നഡ് കോപ്പർ ഓർ അലൂമിനിയം കണ്ടക്ടേഴ്സിന്റെ മുകളിൽ സൾഫറുമായിട്ട് ട്രീറ്റ് ചെയ്ത റബ്ബറിന്റെ കോട്ടിംഗ് കൊടുക്കുന്നതാണ് VIR കേബിൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. VIR കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ടിന്നഡ് കോപ്പർ ഓർ അലൂമിനിയം കണ്ടക്ടറിന്റെ മുകളിൽ സൾഫറുമായി ട്രീറ്റ് ചെയ്ത റബ്ബറിന്റെ ഒരു കോട്ടിംഗ് കൊടുക്കുന്നത്. ഓക്കെ, ഈ VIR കേബിളിന് മുകളിൽ ഒരു ടഫ് റബ്ബർ ഷീറ്റ് അല്ലെങ്കിൽ ക്യാപ് ടൈപ്പ് ഷീറ്റ് യൂസ് ചെയ്യുന്ന കേബിൾസ് ആണ് CTS ഓർ TRS കേബിൾ എന്ന് പറയുന്നത്. ഇത് 2 വോൾട്ടേജ് ഗ്രേഡിംഗിലാണ് സാധാരണ കാണപ്പെടാറുള്ളത്. 250/440 വോൾട്ട്, അതേപോലെ 650/1100 വോൾട്ട്. ഇനി ഈ കേബിൾസ് CTS ഓർ TRS വയറിംഗ് സിസ്റ്റത്തിലാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇനി ഈ കേബിൾസിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് CTS ഓർ TRS ഇൻസുലേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ വിയർ ആൻഡ് ടിയർ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. കൂടാതെ വാട്ടർ പ്രൂഫും ആയിരിക്കും ഈ കേബിൾസ്. ഇനി ഇത് സിംഗിൾ കോർ, ട്വിൻ കോർ, 3 കോർ കണ്ടക്ടേഴ്സിലും അവൈലബിൾ ആണ്. ഇനി സിംഗിൾ കോറും ട്വിൻ കോറും ഹൗസ് വയറിംഗിൽ യൂസ് ചെയ്യുന്നു. അതേപോലെ ട്വിൻ കോറും 3 കോറും ക്രെയിൻസിന്റെയും ഹോയിസ്റ്റിന്റെയും ഒക്കെ സപ്ലൈക്ക് വേണ്ടിയിട്ടും ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളെ CTS ഓർ TRS കേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പർ ആണ്. അതേപോലെ റബ്ബർ ഇൻസുലേഷൻ ഹാസ് ഡിഫറെന്റ് കളേഴ്സ് ഫോർ ഡിഫറെന്റ് കോർ. അപ്പോൾ ഡിഫറെന്റ് കോറിനനുസരിച്ച് റബ്ബർ ഇൻസുലേഷന്റെ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് CTS ഓർ TRS കേബിൾ. മൂന്നാമതാണ് ലെഡ് ഷീത്തഡ് കേബിൾ. അപ്പോൾ ലെഡ് ഷീത്തഡ് കേബിളിന്റെ ഇമേജ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പൊ ഇതിൽ VIR കേബിളിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ VIR കേബിളിന്റെ മുകളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെഡ് ഷീത്ത് കവറിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇത് കുറച്ചുകൂടി മെക്കാനിക്കലി സ്ട്രോങ് ആണ് ആൻഡ് മോയ്സ്ചർ പ്രൂഫും ആണ്. പക്ഷെ ഇത് ഹൈ കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്റേണൽ വയറിംഗിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറില്ല. സർവീസ് കണക്ഷനും എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷനിലൊക്കെയാണ് ഈ ലെഡ് ഷീത്തഡ് വയറിംഗ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ ലെഡ് ഷീത്ത് കവറിങ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് കോൺഡ്യൂട്ട് കേസിങ്ങോ അല്ലെങ്കിൽ കേസിങ്ങോ ആവശ്യമില്ല. ഇത് നല്ല മെക്കാനിക്കലി സ്ട്രോങ് ആയതുകൊണ്ട് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് കോൺഡ്യൂട്ടോ അല്ലെങ്കിൽ കേസിങ്ങോ ആവശ്യമില്ല. ഇത് നമുക്ക് സിംഗിൾ കോർ, ട്വിൻ കോർ ഫ്ലാറ്റ്, 3 കോർ ഫ്ലാറ്റ്, ട്വിൻ കോർ വിത്ത് ECC നമ്മൾ നേരത്തെ പറഞ്ഞു എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റബ്ബർ ഇൻസുലേഷന് ഓരോ കോറിനനുസരിച്ച് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ലെഡ് ഷീറ്റഡ് വയറിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വെതർ പ്രൂഫ് കേബിൾസ്. ഓക്കെ, അപ്പോൾ വെതർ പ്രൂഫ് കേബിൾസിന്റെ ഒരു ഇമേജ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പൊ പേരിൽ തന്നെയുണ്ട് വെതർ പ്രൂഫ് ആണ്. അതായത് ഔട്ട്ഡോർ വയറിംഗിലും ഓപ്പൺ അറ്റ്മോസ്ഫിയർ വയറിംഗിലും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. PVC അല്ലെങ്കിൽ VIR കേബിൾസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. PVC ഓർ VIR കേബിൾ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. VIR കേബിൾ ആണെങ്കിൽ അത് നമ്മൾ സ്യൂട്ടബിൾ മെറ്റീരിയൽ കൊണ്ട് ടാപ്പ് ചെയ്തിട്ട് ബ്രെയ്ഡ് ചെയ്ത് ഒരു വെതർ റെസിസ്റ്റന്റ് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ കോമ്പൗണ്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അതല്ല PVC ആണെങ്കിൽ അത് അതേപോലെ തന്നെ യൂസ് ചെയ്താൽ മതി. പ്രത്യേക കോട്ടിങ്ങോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ 250/440 വോൾട്ടിലും അതേപോലെ 650/1100 വോൾട്ടിലും ഇത് അവൈലബിൾ ആണ്. ഇനി നമ്മൾ പഠിച്ച TRS കേബിളും ഔട്ട്ഡോർ വയറിങ്ങിന് യൂസ് ചെയ്യാം. പക്ഷെ അതിന്റെ കോസ്റ്റ് കാരണം അത് ഹൈ കോസ്റ്റ് ആണ്. അപ്പൊ കോസ്റ്റ് കാരണം നമ്മൾ വെതർ പ്രൂഫ് വയറിംഗ് ആണ് ഇവിടെ ഓപ്റ്റ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ഈ വെതർ പ്രൂഫിനേക്കാളും കോസ്റ്റ് ഉള്ളത് കൊണ്ടാണ് TRSന് പകരം നമ്മൾ വെതർ പ്രൂഫ് ഉപയോഗിക്കുന്നത്. അടുത്ത ടൈപ്പാണ് ഫ്ലെക്സിബിൾ കോഡ്സ് ആൻഡ് കേബിൾസ്. ഓക്കെ, അപ്പൊ ഫ്ലെക്സിബിൾ കോഡ്സ് ആൻഡ് കേബിൾസിന്റെ ഒരു ഇമേജ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അതായത് ഒരു വയറിലെ ഓരോ സ്ട്രാൻഡിന്റെയും ക്രോസ് സെക്ഷണൽ ഏരിയ 4.28 മില്ലിമീറ്റർ സ്ക്വയർ mm² താഴെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ കോഡ് എന്ന് പറയുന്നത്. അതുപോലെ സ്ട്രാൻഡ് ചെയ്ത വയറിന് ഹൈ ക്രോസ് സെക്ഷണൽ ഏരിയ ആണെങ്കിൽ അതിനെ ഫ്ലെക്സിബിൾ കേബിൾ എന്ന് പറയുന്നു.
ഇത് സാധാരണ രണ്ട് സെപ്പറേറ്റ്ലി ഇൻസുലേറ്റഡ് ഫ്ലെക്സിബിൾ സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സ് ട്വിസ്റ്റ് ചെയ്ത രീതിയിലാണ് കാണപ്പെടുന്നത്. ഇനി ഇത് പോർട്ടബിൾ അപ്ലയൻസ്, അതായത് ഇലക്ട്രിക് അയൺ, അതേപോലെ റെഫ്രിജറേറ്റർ, ഹീറ്റേഴ്സിൽ, ടേബിൾ ഫാനിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫിക്സഡ് വയറിങ്ങിൽ എന്ത് ചെയ്യാറില്ല, ഇത് യൂസ് ചെയ്യാറില്ല എന്നർത്ഥം. ഇനി അടുത്ത ടൈപ്പ് ഓഫ് കേബിൾ ആണ് PVC കേബിൾ. അപ്പോൾ PVC കേബിളിന്റെ ഇമേജ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇനി ഇവിടെ കണ്ടക്ടറിനെ നമ്മൾ പോളിവിനൈൽ ക്ലോറൈഡ് PVC ഉപയോഗിച്ചിട്ടാണ് കവറിങ് ചെയ്യുന്നത്. ഇത് ആസിഡ്, ആൽക്കലി, അതേപോലെ ഓസോൺ, ഹ്യൂമിഡിറ്റി, സൺറൈസ് എന്നൊക്കെ ആയിട്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, ഇതിനൊന്നും അഫക്ട് ചെയ്യില്ല. ഇനി റബ്ബർ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏജിങ് എഫക്ട് ചെയ്യും ഒക്കെ നമ്മൾ പറഞ്ഞു, റബ്ബർ ഇൻസുലേഷന്റെ ഡിസഡ്വാൻറ്റേജസ്. എന്നാൽ PVC ആണെങ്കിൽ ഈ ഡിസഡ്വാൻറ്റേജസിനെ ഒക്കെ എന്ത് ചെയ്യും, തരണം ചെയ്യാൻ പറ്റും. അപ്പോൾ റബ്ബറിനേക്കാളും കട്ടിയുള്ളത് കൊണ്ടാണ്, PVCക്ക് റബ്ബറിനേക്കാളും കട്ടിയുള്ളത് കൊണ്ട് തന്നെ അതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഫക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും VIRന് പകരം PVC ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടാതെ VIRന് നമ്മൾ എക്സ്ട്രാ കവറിങ് ആവശ്യമുണ്ട്, എന്നാൽ PVCക്ക് എന്ത് ചെയ്യുക, അങ്ങനെ ഒരു എക്സ്ട്രാ കവറിങ് ആവശ്യമില്ല. PVCയുടെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്, ഇൻസുലേറ്റിംഗ് ക്വാളിറ്റി ഹൈ ആണ്, ബെറ്റർ ഫ്ലെക്സിബിലിറ്റി ആണ്, അതേപോലെ നോ കെമിക്കൽ എഫക്ട് ഓൺ വയേഴ്സിൽ കെമിക്കൽ എഫക്ട് ഒന്നും ഉണ്ടാവില്ല. പിന്നെ തിൻ ലെയേഴ്സ് ഇൻസുലേഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിന് ആവശ്യമുള്ളൂ. കണ്ടക്ടറിന് തിൻ ലെയേഴ്സ് ഓഫ് ഇൻസുലേഷനെ ആവശ്യമുള്ളൂ. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവായി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സെമി മെൽറ്റഡ് ആവും. PVC എക്സസീവായി ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് സെമി മെൽറ്റഡ് ആവും. അതേപോലെ എക്സ്ട്രീം കോൾഡ് കണ്ടീഷനിൽ ഇത് ബ്രിട്ടിലാവും, പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് അപ്ലയൻസസിലും സ്നോഫാൾ ഉള്ള സ്ഥലത്തൊന്നും ഈ PVC കേബിൾസ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇനി ഇത് നമുക്ക് 250/440 വോൾട്ടിലും അതേപോലെ 650/1100 വോൾട്ടിലും അവൈലബിൾ ആണ്. ഇനി ഈ PVCയുടെ അഡ്വാൻറ്റേജസ് ഓവർ അതർ കേബിൾസ്, ഓക്കെ, മറ്റുള്ള കേബിളിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് ഉള്ള PVC ആണ്. അപ്പോൾ അതർ കേബിൾസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കേബിൾസിനെ അപേക്ഷിച്ച് PVCക്കുള്ള അഡ്വാൻറ്റേജസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ നോക്കാം. അടുത്തതാണ് XLPE കേബിൾ. ഓക്കെ, അടുത്ത ടൈപ്പാണ് XLPE കേബിൾ. അതായത് ആ XLPE കേബിളിന്റെ ഒരു ഇമേജ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അതായത് ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ കേബിൾ എന്ന് പറയും. ഓക്കെ, ഇവിടെ മോളിക്യൂൾസ് ക്രോസ് ലിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ എന്ന് പറയുന്നത്. ഇത് ക്രോസ് ലിങ്ക് ചെയ്യുന്നത് കാരണം സ്ട്രെസ്സിൽ നിന്നും, ഏജിങ്ങിൽ നിന്നും, ഹീറ്റിങ്ങിൽ നിന്നൊക്കെ റെസിസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ ഇത് ഹൈ ടെമ്പറേച്ചറിൽ സോഫ്റ്റൻ ആവുകയില്ല. അതായത് PVCയുടെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണോ അതെല്ലാം ഈ ഒരു XLPE കേബിൾസ് പരിഹരിക്കുന്നു. ഇതിന് ക്രോസ് ലിങ്കിങ് കാരണം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ക്രോസ് ലിങ്ക് ചെയ്യുന്നത് കാരണം സുപ്പീരിയർ ഇലക്ട്രിക്കൽ ക്വാളിറ്റി ആണ് ഇതിനുണ്ടാവുക. അതായത് ഹയർ കറണ്ട് റേറ്റിംഗ് ആണ്. അതേപോലെ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ വരികയാണെങ്കിൽ 250°C വരെ ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. PVCക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു 160°C വരെ ഈ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിൽ ഇതിന് PVCക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 250°C വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ XLPE കേബിളിന് PVCയേക്കാളും ലോങ്ങർ ലൈഫാണ്. ഇത് യൂഷ്വലി ഈ XLPE കേബിൾ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ XLPE കേബിൾസിന്റെ അഡ്വാൻറ്റേജസ് ഓവർ PVC കേബിളിനെ അപേക്ഷിച്ച് XLPE കേബിളിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ കേബിൾസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻസുലേഷനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷനിൽ ജസ്റ്റ് ആ കേബിൾസ് ഏതൊക്കെയാണെന്നുള്ള അതിന്റെ ടൈപ്പ്, അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു തിയററ്റിക്കൽ പോർഷൻ ആണ്. പല കേബിൾസ് നിങ്ങൾ നേരത്തെ കണ്ടു പരിചയമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്ലാസിഫൈ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ലൈഡൊക്കെ ആയിട്ട് കൊടുത്തത്. നന്നായിട്ട് നോക്കുക. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്.